എല്ലാവർക്കും സുഹൃത്താണ്. നമ്മുടെ ഈ വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്ടോബർ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവരും അറിഞ്ഞു. അതിന്റെ ടൈം ടേബിളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാണും. ഞാൻ എന്നാലും നിങ്ങളോടൊന്ന് അറിയിക്കുകയാണ്. ഇതെല്ലാവരും കൃത്യമായിട്ട് ഞാൻ ഒന്ന് വായിച്ചു നോക്കിയേക്കണം. ഇത് സയൻസ് സബ്ജക്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. മറ്റുള്ള സബ്ജക്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഈ 12-ാം തീയതി തുടങ്ങി 17-ാം തീയതിയാണ്. ചില ദിവസങ്ങളിൽ 2 സബ്ജക്റ്റുകളുണ്ട്, പക്ഷെ അത് വലിയ കുഴപ്പമില്ലാത്തതാണ്. എന്നാലും നമുക്ക് പഠിക്കാനുള്ളത് 2-3 സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യേണ്ടവർക്ക് ഇത്തിരി പണി തന്നെയാണ്. ഇത് എല്ലാ വർഷവും തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ വർഷവും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയങ്ങൾ വളരെ കുറവാണ് ഇനിയുള്ളത് കേട്ടോ. ഈ മാസം ഇപ്പൊ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരൊറ്റ മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എക്സാം ആണ്. ഒരു 40 ദിവസത്തെ ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിലൂടെ നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട, ഇപ്പൊ പലരും പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല. ഓണവും കാര്യങ്ങളോട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ അവധിയാണ്. നിങ്ങൾ ഈ സമയത്തൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. കുറച്ച് പഠിച്ച് വെച്ചേക്കണം. കാരണം ഇത് നമ്മുടെ കാര്യമാണ്. ഇനിയൊക്കെ നമുക്ക് ഇതുപോലെ ഓണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആഘോഷിക്കാനുള്ള തരിപ്പ് കൈ വേണ്ടയോ? അപ്പോൾ അതിന് പഠിക്കണം. നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പണി പറ്റത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പണി വാടും. ഓക്കെ, നമ്മൾ നോക്കിക്കേ, ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം. 12-ാം തീയതി നമുക്ക് മൺഡേ അന്ന് തുടങ്ങുന്നത് നമ്മുടെ ഫിസിക്സ് ആണ്. അന്ന് രാവിലെയാണ് ഫിസിക്സ്. മറ്റുള്ള അക്കൗണ്ടൻസിയും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. നെക്സ്റ്റ് 13-ാം തീയതി ട്യൂസ്ഡേ, അന്ന് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അത് മോർണിംഗ് ആണ് കേട്ടോ, രാവിലെയാണ് എക്സാം. നെക്സ്റ്റ് 14-ാം തീയതി ബുധനാഴ്ചയാണ്, മാത്സ് ആണ് അന്നുള്ളത് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലാത്തവർക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അത് നല്ല ഒരെണ്ണമാണ്. മാത്സ് നമുക്ക് രാവിലെയാണ്. എക്കണോമിക്സ് ഉച്ചയ്ക്ക് ശേഷമുണ്ട്. 15-ാം തീയതി തേഴ്സ്ഡേ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഹിന്ദി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അന്ന് ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 16-ാം തീയതി ഫ്രൈഡേ, അവിടെ അന്ന് കെമിസ്ട്രി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ബിസിനസ്, അന്നെല്ലാം നമുക്ക് രാവിലെയാണ് എക്സാം ഉള്ളത്. അതുപോലെ 17-ാം തീയതി നമുക്ക് മോർണിംഗേ ഉള്ളൂ എക്സാം ഉള്ളത്, അന്ന് ബയോളജി. അപ്പോൾ ഇത്രയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഉള്ളത് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. കാരണം സെക്കൻഡ് ലാംഗ്വേജ് മിക്കവരും കുട്ടികൾ എഴുതാൻ സാധ്യതയില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ആക്ച്വലി ഇവർക്കെല്ലാം ഒരു ഗ്യാപ്പ് കിട്ടാനുള്ള സാധ്യത വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇല്ലാത്തവർക്കും സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലാത്തവർക്കും ഓരോ ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് പഠിക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരും, നിങ്ങൾ മാക്സിമം കാണുക. ഇത് നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള ക്ലാസ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഫുൾ മാർക്ക് വരെ കിട്ടുന്ന രീതിക്കുള്ള കൊടുക്കുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള അപ്ഡേഷൻസ് എല്ലാം നമുക്ക് ഈ ചാനലുകളിൽ കൃത്യമായിട്ട് കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.